നശിപ്പിച്ചു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് പറ്റി ചിറ്റപ്പ? നല്ല ടെൻഷനായല്ലോ. എല്ലാം ഒന്നുക്കൊന്ന് ശരിയായി വന്നതാ. പൊരുത്തം പോലും 10-ലിട്ടുണ്ട്. പക്ഷെ അവസാനമാണ് ഒരു അടി കിട്ടിയ പോലെയായത്. പയ്യന്റെ വയസ്സ് ശരിയാവില്ല മോക്ക്. അത്രയ്ക്ക് പ്രായ വ്യത്യാസമുണ്ടോ പയ്യന്? ശ്രീകുട്ടിയേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതല്. കൂടുതലെന്ന് പറഞ്ഞാ പയ്യന് 10-45 വയസ്സ് കാണോ? എന്താ ചിറ്റപ്പനെ ഷോക്കാക്കിയത്? അല്ലടി മായേ, 10-45 വയസ്സുള്ള ഒരാളെ പയ്യനെന്ന് പറയൂ? ഞാനാണെങ്കി ഒരു 30 വയസ്സിൽ താഴെയുള്ളൊരു പയ്യനെ മോൾക്ക് നോക്കണത്. അപ്പതേ നീ 40-45 എന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ വെറുതെ ഒരു നമ്പർ പറഞ്ഞതേ ഉള്ളൂ. ചിറ്റപ്പന്റെ അഭിപ്രായത്തില് പെണ്ണും ചെറുക്കനും തമ്മില് കുറഞ്ഞത് എത്ര വയസ്സിന്റെ ഡിഫറൻസ് വേണോന്നാ? മിനിമം 10 വയസ്സ് മതിയോ? പയ്യനൊരു 29-30 വയസ്സ്, ശ്രീകുട്ടിക്ക് 20. എന്താ ഓക്കെ ആവോ? പയ്യന് 40-45 വയസ്സായി, പെണ്ണിന് 20 മാത്രമേ ഉള്ളൂങ്ങേ നാട്ടുകാരെ അച്ഛനും മോളും എന്ന് വിളിക്കും. അതറിയാമോ നിനക്ക്? ആ, അത് ശ്രീടച്ചൻ പറഞ്ഞ ശരിയാ. ചെറുക്കനും പെണ്ണും തമ്മിൽ 10-25 വയസ്സിന്റെ വ്യത്യാസം വന്ന നാട്ടുകാർക്ക് ദഹിക്കൂല്ലത്. നിനക്കേ നിന്റെ അമ്മ പണ്ടൊരിക്കൽ ആലോചിച്ച പയ്യന് നിന്നേക്കാൾ 15 വയസ്സ് മൂപ്പുണ്ടായിരുന്നു. അന്ന് ഞാനും കൂടെ ഇടപെട്ട ആ കല്യാണം മുടക്കിയത്. പ്രായം കുറഞ്ഞ പയ്യനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നീ ആ മുതുക്കനെയും കെട്ടി ജീവിതം കട്ട പോയ ആയനെപ്പോ. ഓ, ഗംഭീരം. നിങ്ങളൊരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. സമ്മതിച്ചു. ഓ, ഇപ്പൊ ഇവിടെ ഇരുന്ന് പഴംപുരാണം പറയാതെ ആദ്യം മോൾക്ക് നല്ലൊരു ആലോചന കണ്ടുപിടിക്കാം. എന്നിട്ട് മതി ബാക്കി കഥ പറച്ചില്. വെറുതെ ഒന്ന് വർത്താനം പറയുന്നു. ഞാൻ കണ്ടുപിടിക്കൂടി. ഈ സുദർശനം കണ്ടുപിടിക്കും. അല്ലേ മോളെ? എനിക്ക് എന്റെ മോളുടെ കല്യാണം കണ്ടിട്ട് വേണം മോളിലോട്ട് പോവാൻ. മായേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ കുഞ്ഞമ്മേ. ആ, എങ്കിലേ ചിറ്റപ്പന്റെ കത്തിയും കേട്ടോണ്ട് ഇവിടെ ഇരിക്കെ. ആരാ മോളെ മെസ്സേജ് അയച്ചത്? എന്താ ശ്രീ, മെസ്സേജ് വന്നപ്പോ ഡള്ളായത്? ഓഫീസിൽ നിന്നാ? ഇത് സാധാരണ വരുന്ന മെസ്സേജ് അച്ഛാ. മെസ്സേജ് എന്താ നോക്ക്. ആ, ഉടനെ ഫോണും ഒന്നുമില്ല. ഇത് ഇമ്പോർട്ടന്റ് കോളൊന്നും അല്ല അച്ഛാ. ഞാൻ പോന്നു, സമയായി. ഡിഡി, ദാ ചോറ്. നോക്കി പോണേ മോളെ. അമ്പലത്തിൽ കയറാൻ മറക്കല്ലേ. ശ്രീരച്ച, ഇന്ന് അഷ്ടമിയല്ലേ? അതാ അവള് ഡള്ളായിരിക്കുന്നേ. വീട്ടില് സംസാരിച്ചോന്നാ രവിവർമ്മൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എങ്ങനെ സംസാരിക്കാൻ? ഇവിടെ എന്റെ പാടെ എനിക്കല്ലേ അറിയൂ. അച്ഛനും അമ്മയാണെങ്കിൽ ഞങ്ങളുടെ പ്രായവ്യത്യാസം പറഞ്ഞ് വാളെടുത്ത് തുള്ളുന്ന ഉറപ്പാ. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം.
ഭഗവതി, എനിക്കെന്റെ ധൈര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഭയം തോന്നുക. മുമ്പാണെങ്കിൽ എന്ത് ഭയം ഉണ്ടെങ്കിലും എനിക്കത് അച്ഛനോട് പറയായിരുന്നു. പക്ഷെ ഇക്കാര്യം അച്ഛനോട് പറയാൻ സാധിക്കുന്നില്ല. അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കും തോറും ഭാരം കൂടിക്കൂടി വരിക. ആ ഭാരം കുറയ്ക്കാൻ നീ വേണം എന്നെ സഹായിക്കാൻ. ഭഗവതിയെ, മഹാമായെ രക്ഷിച്ച് കൂടെ നിന്ന് അനുഗ്രഹിക്കണേ. ദീർഘസുമംഗലീ ഭവ. സുപുത്രപ്രാപ്തിരസ്തു. ഈ ദൈവത്തിന്റെ ശക്തി ഒരു അത്ഭുതം തന്നെ. മനസ്സിൽ ചോദിച്ച വരം തന്നെ കിട്ടിയതുണ്ടല്ലേ. അതിന് സാർ എന്ത് വരാ ചോദിച്ചേ? കുഞ്ഞുങ്ങൾ വേണമെന്നാണോ? ഞാൻ ചോദിച്ചത് വേറൊന്ന്. എന്നും കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ ഈ ചിരിച്ച മുഖം തന്നെ കാണാൻ പറ്റുന്നേന്ന്. നോക്കി, ചിരിയോടൊപ്പം നാണം ഫ്രീ ആണെന്ന് തോന്നുന്നല്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ. ഏയ്, നാണമല്ല സർ. പൂജാരി ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സുപുത്ര പ്രാപ്തി രസ്തൂന്ന്. എനിക്ക് പെൺകുട്ടി ആയാലും കുഴപ്പമില്ല എന്നോർത്ത് ചിരിച്ചതാ ഞാൻ. ഏയ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സംസ്കൃതത്തിൽ സുപുത്ര എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കുട്ടി. അത് ആൺകുഞ്ഞുമാവാം പെൺകുഞ്ഞുമാവാം. സുപുത്രപ്രാപ്തി രസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളുമുള്ള കുഞ്ഞ് ജനിക്കട്ടെ എന്നാണ് അർത്ഥം. ഭഗവതി, ആകെ കോമഡി സീനായി പോയല്ലോ. വാ തലമുട്ടളെ. ആ സരോജം, വരുന്നു. അതെ ശ്രീടച്ച, ഇനിയെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോ അല്പം ആലോചിച്ച് വേണം സംസാരിക്കാൻ. ഇന്ന് അഷ്ടമിയാണെന്നറിയാലോ. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവും. മോള് ഭയങ്കര വിഷമത്തിലാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾക്കത് മനസ്സിലാവത്തോണ്ടാ. ഞാൻ എന്ത് വിളിച്ചു പോവിന്നടി നീ പറയണേ? ഞാൻ മായോട് ഓരോന്ന് സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. വെറുതെ ഓരോ ന്യായങ്ങൾ പറയണ്ട ശ്രീടച്ച. വയസ്സ് കൂടിയ പയ്യനാണെങ്കിൽ അച്ഛനെയും മോളെയും പോലെ ഇരിക്കുമെന്ന് പറഞ്ഞതോ? അത് കേട്ട ഒരു പെൺകുട്ടിക്ക് എന്തു തോന്നും? നിങ്ങൾ തന്നെ പറ. അതിലെന്താടി ഇത്ര പറയാനുള്ളത്? എന്താ അതിലെത്ര തെറ്റ്? ഇക്കാലത്ത് കല്യാണം കഴിക്കുന്നവര് തമ്മില് വലിയ പ്രായവ്യത്യാസമൊന്നും കാണില്ല. ചില പെണ്ണുങ്ങള് പ്രേമം തലയ്ക്ക് പിടിച്ച് തന്നേക്കാൾ പ്രായം കുറഞ്ഞവനെ കിട്ടുന്നത്. അതിന്റെയൊക്കെ ഭാവി എന്താകുമെന്ന് ഈശ്വരന് പോലും അറിയില്ല. ഈ കല്യാണം എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ചില ശാസ്ത്ര സത്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും അറിഞ്ഞിരുന്ന അവനവന് കൊള്ളാം. ചിറ്റപ്പൻ പറയുന്നതില് ഒരു തെറ്റുമില്ല കുഞ്ഞമ്മേ.
ചിറ്റപ്പനെ വെറുതെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ മാത്രമേ ചിന്തിക്കൂ. അതാണ്. ഓ അത് ശരി. ഇത്രയും നാളെ ഈ വീട്ടിൽ അച്ഛനും മോളുമായിരുന്നു ഒറ്റക്കെട്ട്. അതെ. അപ്പൊ നീ ഇവരുടെ കൂടെ ചേർന്നോ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. കഷ്ടം തന്നെ. എടി സരോജം, നീ ഇനി എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മോൾക്കുള്ള പയ്യന്മാരെ ഈ പോക്കറ്റിൽ ഇട്ടിട്ട് നടക്കല്ല ഞാൻ പെട്ടെന്നൊരെണ്ണത്തിന് എടുത്തു തരാൻ. നീ ഇത് കണ്ട, ഇതിൽ ഞാനൊരു ഫേമസ് മാരേജ് ബ്യൂറോയുടെ അഡ്രസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് കടയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആ ബ്യൂറോയിൽ പോയി മോളുടെ പേര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പോഴേ നീ മനസ്സിലാക്കൂ ഞാൻ ആരാണെന്ന്. സന്തോഷം. അങ്ങനെയൊക്കെ ചെയ്ത ഒരു കോടി പുണ്യം കിട്ടും നിങ്ങക്ക്. ഇപ്പോഴെങ്കിലും നിങ്ങക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ. കരിക്കോത്തിയമ്മയ്ക്ക് നല്ല നമസ്കാരം. ഓ, കളിയാക്കിയതാണെങ്കിൽ നീ അതങ്ങ് കൈ വെച്ചാ മതി. ഞാൻ നിന്നോട് പന്തയം വെക്കുന്നു. നീ നോക്കിക്കോ, നമ്മുടെ മോൾക്ക് പറ്റിയ നല്ലൊരു പയ്യനെ ഉടൻ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നമ്മുടെ മോളുടെ കല്യാണം കണ്ടിട്ട് ആളുകൾ മൂക്കത്ത് വിരൽ വെക്കും. അങ്ങനെയുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആണോ? എങ്കിൽ ഞാൻ നിങ്ങളെ പളനി കൊണ്ടുപോയി മുട്ടയടിപ്പിക്കും. ഇത് സരോജത്തിന്റെ പന്തയവാ. ഫാസ്റ്റ് നോക്കടി, നോക്ക് നിന്റെ കുഞ്ഞമ്മയുടെ കുനിഷ്ഠ ബുദ്ധി കണ്ട. മോൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നതിലല്ല, സ്വന്തം ഭർത്താവിന്റെ തല മുട്ടയടിക്കുന്നതിലാണ് അവൾക്ക് താല്പര്യം. ഇങ്ങോട്ട് കൊണ്ടുപോയി പാത്രം. ഇനി ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ഇവള് വേണമെങ്കിൽ എന്നെ കൊണ്ട് 1000 ശയന പ്രദർശനം വരെ നേർന്നു കളയും. എന്തൊരു ജന്മാണാവോ അടി. അല്ല കുഞ്ഞമ്മേ, സത്യം പറയട്ടെ, എനിക്ക് നിങ്ങൾ രണ്ടാളുടെ സന്തോഷവും ഉത്സാഹവും കാണുമ്പോ പേടിയാ തോന്നുന്നേ. എന്താടി രാവിലെ എനിക്ക് ക്ലാസ് എടുക്കാൻ ഇറങ്ങിയിരിക്കണോ നീ? കാപ്പി റെഡിയാക്കി അടുക്കള വെച്ചിട്ടുണ്ട്. എടുത്ത് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതല്ലേ നിനക്ക്? അല്ല പിന്നെ. എന്റെ ഭഗവാനെ, ശ്രീകുട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവർ രണ്ടുപേർക്കും അറിയില്ലല്ലോ ഇതുവരെ. ഇനി ഞാൻ തന്നെ നേരിട്ട് പറയണോ അതോ ഞാനാദ്യം ശ്രീകുട്ടിയോട് നേരിട്ട് സംസാരിക്കുന്നതാണോ നല്ലത്? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്താടോ തന്റെ മുഖത്തിനൊരു അടക്കി പിടിച്ച ചിരിയുണ്ടല്ലോ, എന്താണ് ഇത്ര സന്തോഷത്തിന് കാരണം? സർ, നേരത്തെ ആ തിരുമേനി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? അദ്ദേഹം കരുതിയത് നമ്മള് രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാണെന്നാ. ഓ, അതാണ് ഇത്ര സന്തോഷം വരാൻ കാരണം. അതെ. എന്നാ അത് നന്നായി. അച്ഛനോട് കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ ഇവിടെ വന്ന് ആൺകുഞ്ഞിന്റെയും പെൺകുഞ്ഞിന്റെയും കാര്യം അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രേമിക്കുന്ന പെൺകുട്ടികളൊക്കെ എങ്ങനെയാ? അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുകയില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ഇതുപോലെ സ്വപ്നം കണ്ടിങ്. ഹാർട്ട് അറ്റാക്ക് വരും പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാനിപ്പോ അമ്പലത്തിൽ വന്ന തന്നെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടാൻ പ്രാർത്ഥിക്കാനാ. ദേവി അനുഗ്രഹിച്ചാ മതിയായിരുന്നു. അല്ല സർ, ഞാനിവിടെ ഉണ്ടെന്ന് സാരെങ്ങനെ അറിഞ്ഞു? അത് പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഒരു ട്രിക്കാണ്. തന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് അപ്പപ്പ മെസ്സേജ് കിട്ടും. അതാണ് ട്രിക്ക്. ആരാ മെസ്സേജ് അയക്കുന്നേ? ദൈവം, സാക്ഷാൽ ശ്രീ ഭഗവതി. സർ, എനിക്കറിയാടോ താൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്ന്. ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച്. തനിക്ക് അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം കുറവാണെന്നും താൻ ഇവിടെ വന്ന് ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കുറെ നാളായിട്ട് തന്നെ കാണണല്ലേ ഞാൻ. അതെ അതെ, സാർ ഒരു ഇന്ത്യൻ ഷെർലോക്ക് ഹോംസ് തന്നെയാണെന്ന് മനസ്സിലായി.
സന്തോഷം, ആ പദവി സ്വീകരിച്ചിരിക്കുന്നു. ദേ, ഒരു കാര്യം പറയാൻ താൻ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും തോറും കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. ഞാൻ ദാ ഇപ്പോഴും പറയാം, ഞാൻ വന്ന് അച്ഛനോട് സംസാരിക്കാം. താൻ സമ്മതിച്ച? അയ്യോ വേണ്ട സർ, ചതിക്കരുത്. ശരി, ചതിക്കുന്നില്ല. പക്ഷെ വൈകിപ്പിച്ച് താൻ ഇത് നശിപ്പിക്കരുത്. വാ, ഇരിക്കും. പ്രസാദം കഴിക്കും. സുദർശൻ ചേട്ടാ, നമസ്കാരം. കണ്ടിട്ട് കുറെ നാളായല്ലോ. ആ, എന്താ ആളിവിടെ എങ്ങും ഇല്ലേ? കടയിലിപ്പോ വലിയ തിരക്കാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. നിങ്ങളെയൊക്കെയല്ലേ കാണാനില്ലാത്തത്. അതെന്തോന്ന് സംസാരം സുദർശൻ ചേട്ടാ, നമ്മള് മിക്കപ്പോഴും അവിടെ ഇവിടെയൊക്കെ ലാത്തി അടിച്ച് നിൽക്കാറുണ്ടല്ലോ. ചേട്ടന്റെ കണ്ണില് നമ്മളെ ഒന്നും കണ്ടാ പിടിക്കാത്തതാ. അല്ല, ചേട്ടാ ഇപ്പോഴാണോ കടയിൽ പോകുന്നത്? ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ്, അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ചേട്ടൻ ആ കടയിൽ വലിയ സ്വാതന്ത്ര്യമല്ലേ. ഉം. അതെ അതെ, അത് ശരിയാ. ശരിക്ക് പറഞ്ഞാ സുദർശൻ ചേട്ടന് കടയിൽ പോയി പണിയെടുക്കേണ്ട ഒരാവശ്യമില്ല. മോളിപ്പഴ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡല്ലേ, രവിചന്ദ്രവർമ്മൻ മുതലാളിയോട്ടാണെങ്കിൽ വളരെ വളരെ ക്ലോസും. ക്ലോസ് എന്ന് പറഞ്ഞാ ഇത്രയും ക്ലോസ് ഞാൻ വേറൊരു മുതലാളിയിലും തൊഴിലാളിയിലും കണ്ടിട്ടേ ഇല്ല. ആള് വീട്ടിൽ വന്ന് കാറി കൂട്ടിക്കൊണ്ടുപോകുന്നു, ജോലി കഴിഞ്ഞ് തിരികെ കൊണ്ടുവിടുന്നു, പിരിയുമ്പോ ടാറ്റ ബൈ ബൈ ഓക്കെ സീ യു. ആ ക്ലോസ് കാണുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അസൂയ തോന്നും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യവും വേറെ ആർക്ക് കിട്ടില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഈ സുദർശൻ ചേട്ടന് കടയിൽ പോയി പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല. വീട്ടിലങ്ങോട്ട് ചമ്മണം പോട്ടിയിരിക്കുക, മോള് കൊണ്ടുവരുന്നത് അങ്ങ് ഉരുട്ടി വിഴുങ്ങുക, ധാരാളം വിശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഹലോ സുദർശൻ ചേട്ടാ, ഇതെന്തോന്ന് പോക്കാണ്. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളെ. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അതിനതിന്റെ കാരണം ഉണ്ടായിട്ടുണ്ട്. തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. എന്തോന്നാ ത്രിവിക്രമായത്? ആ നല്ല മനുഷ്യനെ കുറിച്ച് അനാവശ്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് പോ മാഷെ, അയാളെ പറ്റി അനാവശ്യം പറഞ്ഞിട്ട് എനിക്കെന്ത് നേടാനാ? എന്റെ കയ്യിൽ നല്ല പ്രൂഫുണ്ട്, നല്ല ഒന്നാം തരം തെളിവ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.